നമസ്കാരം. രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനവും ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കാരവും തൃശ്ശൂരിലെ കള്ളവോട്ടും കേരളത്തിൽ വലിയ ചർച്ചയായി മുമ്പോട്ട് പോകുന്നു. തൃശ്ശൂരിൽ ആരോപണം ഉന്നയിക്കുന്നത് പോലെയുള്ള ചില വിഷയങ്ങളുണ്ട് എന്നത് വാസ്തവമാണ്. നമുക്കതിനെ കണ്ണുമടച്ച് നിഷേധിക്കാൻ കഴിയില്ല. കള്ളവോട്ടാണോ എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ പ്രയാസമായിരിക്കും. പക്ഷേ സുരേഷ് ഗോപിക്ക് പരമാവധി വോട്ട് കൂടുക എന്ന ലക്ഷ്യത്തിൽ നിരവധി ആളുകളെ അവിടെ കൊണ്ടുപോയി ചേർത്തു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് ചേർക്കപ്പെട്ടത് തൃശ്ശൂരാണ്. 1,46,673 വോട്ടാണ് തൃശ്ശൂരിൽ കൂടിയത്. ഏതാണ്ട് 1.5 ലക്ഷത്തോളം വോട്ട് തൃശ്ശൂരിൽ കൂടി. മറ്റൊരു മണ്ഡലത്തിലും ഇത്രയും വർധന ഉണ്ടായില്ല. 2019 ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള 9ാമത്തെ മണ്ഡലമായിരുന്നു തൃശ്ശൂരെങ്കിൽ 2024 ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള മണ്ഡലം കേരളത്തിൽ തൃശ്ശൂരായിരുന്നു. നമ്മൾ ഓരോന്നിൻ്റെയും വ്യത്യാസം നോക്കുക. കാസർഗോഡ് 91,593, കണ്ണൂര് 96,530, വടകര 1,30,866. ശ്രദ്ധിക്കണം, വടകരയാണ് രണ്ടാമത്. വടകരയിൽ വാശിയേറിയ മത്സരമായിരുന്നു. വയനാട് 1,04,793, കോഴിക്കോട് 1,14,084, മലപ്പുറത്ത് 1,10,170, പൊന്നാനിയിൽ 1,14,457, പാലക്കാട് 77,904, ആലത്തൂർ 73,389, ചാലക്കുടിയിൽ 81,060, എറണാകുളത്ത് 78,785, ഇടുക്കിയിൽ 46,981, കോട്ടയത്ത് 49,440, ആലപ്പുഴയിൽ 49,988, മാവേലിക്കരയിൽ 31,057, പത്തനംതിട്ടയിൽ 51,215, കൊല്ലത്ത് 34,153, ആറ്റിങ്ങൽ 50,404, തിരുവനന്തപുരത്ത് 63,200. ഇങ്ങനെയാണ് വോട്ട് വ്യത്യാസം. എന്നാൽ തൃശ്ശൂർ റെക്കോർഡ് ഇട്ടു. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയെ ജയിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ വളരെ സംഘടിതമായ ഒരുപാട് നീക്കങ്ങൾ നടന്നെന്നും ഒരുപാട് പേരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയെന്നും ഒക്കെ വ്യക്തമാണ്. അതിൻ്റെ ഭാഗമായി മറ്റ് മണ്ഡലങ്ങളിലുള്ള പല BJP-കാരെയും ഇവിടെ കൊണ്ടുവന്ന് ചേർത്തിട്ടുണ്ട്. ഓരോ വോട്ടും എടുത്ത് പരിശോധിച്ചാൽ വ്യക്തമായി കണ്ടെത്താൻ കഴിയും. അതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിന് ഒരു വിലാസത്തിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പല ഫ്ലാറ്റുകളിലും 10ഉം 50ഉം പേരെ ചേർത്തത്. ഇങ്ങനെയൊരു ഇടപെടൽ നടന്നിട്ടുണ്ട്. അങ്ങനെ നടന്നിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. അത് നിഷേധിക്കാൻ കഴിയില്ല. ഇത് കള്ളവോട്ടാണോ എന്ന് കണ്ടെത്തേണ്ടതാണ്. കാരണം ഇവർ മറ്റെവിടെയെങ്കിലും വോട്ട് ചെയ്താൽ ഇരട്ട വോട്ടാണെങ്കിൽ മാത്രമേ കള്ളവോട്ടാകൂ. ഒരാൾ ആ സമയത്ത് അവിടെയായിരുന്നു, സ്ഥിരതാമസം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇത് വളരെ കൃത്യമായി ബോധപൂർവം സുരേഷ് ഗോപിക്ക് വേണ്ടി ഒരുക്കി കൊടുത്തതാണ് എന്ന് വ്യക്തമാണ്. അത് വാസ്തവമാണെങ്കിലും 3 സാഹചര്യങ്ങൾ സുരേഷ് ഗോപിയെ ന്യായീകരിക്കുന്നു. ഒന്ന്, ഇങ്ങനെ അധികമായി വന്നിരിക്കുന്ന വോട്ട് ഒഴിവാക്കിയാലും സുരേഷ് ഗോപി ജയിക്കും. സുരേഷ് ഗോപിക്ക് 75,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഈ അധിക വോട്ട് ഒഴിവാക്കിയാലും സുരേഷ് ഗോപി ജയിക്കും. ഒന്ന്. 2, മറ്റെല്ലായിടങ്ങളിലും CPM കാലാകാലങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണിത്. അവർക്ക് ജയിക്കാൻ വേണ്ടി CPM കൃത്യമായി ഇത് ചെയ്യാറുണ്ട്. എന്ന് മാത്രമല്ല, CPIM ചെയ്യുന്നത് ഇങ്ങനെയുമല്ല, ഇരട്ട വോട്ടാണ്. ഇവിടെ കൊണ്ട് ചേർക്കുന്നിടത്ത് തന്നെ അവർ മറ്റൊരിടത്തും ചെയ്യും. ആറ്റെങ്കിൽ അടൂർ പ്രകാശ് 2019 25,000 ഇരട്ട വോട്ടാണ് കണ്ടെത്തി ഒഴിവാക്കിയത്. 25,000 ഇരട്ട വോട്ട്. CPIM പണ്ട് മുതലേ 2 ചെയ്യുന്ന രീതിയുണ്ട്. മഷി മായ്ക്കാനൊക്കെ അവർക്ക് പ്രത്യേക സമ്പ്രദായമുണ്ട്. ഇവിടെ അങ്ങനെ ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് തന്നെ CPM-നേക്കാൾ കുറഞ്ഞ കുറ്റമേ BJP-കാർ ചെയ്തിട്ടുള്ളൂ. എല്ലാവരും ചെയ്യുന്ന പരിപാടി കൃത്യമായി അവർ ചെയ്തു. ഇത് കണ്ടെത്താനോ ഇത് തിരിച്ചറിയാനോ ഒന്നും CPM സംവിധാനത്തിന് കഴിഞ്ഞുമില്ല. മൂന്നാമത്തേത്, ഇത്തരം സാഹചര്യം ഇന്ത്യയിൽ എല്ലായിടത്തുമുണ്ട്. ഇപ്പോൾ BJP രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിലും പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിലും ഒക്കെ പറയുന്നുണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ ഒരു പൊതുരീതിയാണ്. ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കള്ളവോട്ടും ഇരട്ട വോട്ടും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് എല്ലാവരും തമ്മിലുള്ള ധാരണയാണ്. സ്വാധീനമുള്ളിടത്ത് അവർ ജയിക്കും. ഇത് ഒഴിവാക്കാൻ ഏതെങ്കിലും പാർട്ടി, CPM-ഓ കോൺഗ്രസോ BJP ആരെങ്കിലും ആഗ്രഹിച്ചിരുന്നെങ്കിൽ വളരെ എളുപ്പത്തിൽ വഴികളുണ്ട്. നമ്മുടെ രാജ്യം ടെക്നോളജിയിൽ വളരെ മുമ്പിലാണ്. ഒരാൾ ഒരിടത്ത് മാത്രമേ വോട്ട് ചേർക്കാവൂ നിയമം കൊണ്ടുവരിക. ഒരാൾ ജീവിതത്തിൽ ഒരു തവണ മാത്രമേ വോട്ട് ചേർക്കാവൂ. ആ വോട്ട് ചേർത്ത് കഴിഞ്ഞാൽ അയാൾ പിന്നെ എങ്ങോട്ട് സ്ഥലം മാറിയാലും ട്രാൻസ്ഫർ അപേക്ഷ കൊടുക്കാൻ സംവിധാനം ഉണ്ടാക്കണം. ഓൺലൈൻ വഴി മതി. ട്രാൻസ്ഫർ അപേക്ഷ കൊടുത്ത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. എൻ്റെ വോട്ട് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലാണ്, അല്ലെങ്കിൽ പൂഞ്ഞാർ നിയമസഭാ മണ്ഡലത്തിലാണ്. ഞാൻ അവിടെ നിന്ന് മാറ്റിയിട്ടേയില്ല. ഞാൻ തിരുവനന്തപുരത്താണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നതെങ്കിലും എൻ്റെ വോട്ട് അവിടെ തന്നെയാണ്. ഞാൻ തിരുവനന്തപുരത്ത് ചേർക്കാനേ ശ്രമിച്ചിട്ടില്ല. ഒരിക്കൽ പോലും ഞാൻ മാറ്റിയിട്ടില്ല. ഇനി എനിക്ക് തിരുവനന്തപുരത്തേക്ക് താമസം മാറുന്നു, എൻ്റെ എരുമേലിയിലെ താമസം ഇല്ലാതായാൽ എൻ്റെ ബാധ്യതയാവണം. ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അപേക്ഷ കൊടുക്കണം, അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് അപേക്ഷ കൊടുക്കണം. എൻ്റെ വോട്ട് ഈ തിരുവനന്തപുരത്തേക്ക് മാറ്റുമെന്ന് അതിനൊരു നടപടിക്രമം ഉണ്ടാവണം. ആ നടപടിക്രമം പാലിച്ചാൽ എൻ്റെ വോട്ട് ഇങ്ങോട്ട് മാറും. എന്നിട്ട് ഇത് ആധാറുമായി കണക്ട് ചെയ്യണം. അപ്പോൾ ബയോമെട്രിക് ഡാറ്റയാണ് നമുക്ക് അപ്പോൾ തന്നെ കണ്ടെത്താൻ കഴിയും. എവിടെ ചെന്നാലും ഒരാൾ വോട്ട് ചെയ്താൽ തീർന്നു. എന്നിട്ട് ഇത് ചെയ്യാത്തവർക്ക് പിഴ ഈടാക്കണം. നിങ്ങൾ താമസം മാറുമ്പോൾ നിങ്ങൾ മാറ്റണം. മാറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ അവിടെയാണ് നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ അവകാശമുള്ളത്. നിങ്ങൾക്ക് ഒരിടത്ത് വോട്ട് ചെയ്യാൻ അവകാശം ഉണ്ടാകുമോ?
രാജ്യത്ത് എവിടെയും വോട്ട് ചെയ്യാൻ അവകാശം ഉണ്ടായിക്കോട്ടെ, ഒരിടത്തേ ഉണ്ടാകാവൂ. ഒന്നിലധികം ഇടത്ത് ചേർത്താൽ അതിന് വലിയ പിഴയും തടവും കൊടുക്കണം. അതോടെ പ്രശ്നം പരിഹരിക്കപ്പെടും. ഒരിടത്ത് മാറ്റി മറ്റൊരിടത്തേക്ക് മാറ്റി. ഒരിടത്തുണ്ടെങ്കിൽ എന്താ കുഴപ്പം? രണ്ടിടത്തില്ല, ഒരിടത്താണ് മാറ്റി, എന്താ കുഴപ്പം? അപ്പൊ ഇത്തരത്തിൽ ചെയ്യുകയും വോട്ട് ചെയ്യുമ്പോൾ ഈ ആധാറുമായി കണക്ട് ചെയ്യുകയും ചെയ്യണം. അതായത് ആധാർ ആകുമ്പോൾ ബയോമെട്രിക് ഇൻഫർമേഷൻ ആണ്. ആധാറുമായി കണക്ട് ചെയ്ത് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രാജ്യത്ത് എവിടെ അയാൾ വോട്ട് ചെയ്യാൻ കഴിഞ്ഞാലും അയാൾ വോട്ട് ചെയ്ത ആളാണെന്ന് രേഖപ്പെടുത്തപ്പെടും. പിന്നെ എങ്ങനെയാണ് അയാൾക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്നത്? അപ്പൊ ഇതൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ സമവായത്തിലുണ്ടാവണം. അവരതിന് തയ്യാറല്ല. കാരണം സ്വാധീനമുള്ളിടത്ത് ഇവർ വോട്ട് പിടിച്ചും അട്ടിമറിച്ചുമാണ് പരമ്പരാഗതമായി മുമ്പോട്ട് പോകുന്നത്. അതിനെ മാറ്റാനുള്ള ശ്രമം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിക്കൊണ്ടിരിക്കുക. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഒരുപാട് പരാതികൾ എനിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 45 ദിവസം കഴിയുമ്പോൾ CCTV ദൃശ്യങ്ങൾ ഇല്ലാതാക്കുമെന്നൊക്കെ പറയുന്നത് ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. മാത്രമല്ല പല വോട്ടേഴ്സ് ലിസ്റ്റിനെയും പുറത്തേക്ക് വരുമ്പോൾ രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന പല കണക്കുകളും വിശ്വസനീയമാണ്. അത് പലതും കാണുമ്പോൾ അപ്പൻ്റെ പേര് ABCD, അമ്മയുടെ പേര് XYZ, ഇതൊന്നും ശരിയല്ല. അതൊന്നും വോട്ടേഴ്സ് ലിസ്റ്റായിട്ട് അംഗീകരിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാവണം. അങ്ങനെ കള്ളവോട്ട് ചെയ്യാൻ വരുന്ന വോട്ടർമാർക്കെതിരെ നടപടി, ഇവരൊക്കെ ജയിലിൽ അടക്കണം. അങ്ങനെ ശക്തമായ നിലപാടെടുത്ത് ശരിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ തോതിൽ പരിഷ്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കാരം എന്ന പദ്ധതി തന്നെ അതിൻ്റെ ഭാഗമാണ്. ഇടക്കാല പരിഷ്കാരം പണ്ട് മുതൽ നടത്താറുണ്ട്. സമഗ്ര പരിഷ്കാരവും ഇവരുടെ അവകാശമാണ്. അതാണ് ബീഹാറിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആരും സമ്മതിക്കുന്നില്ല. ബീഹാറിൽ നിന്ന് 65 ലക്ഷം പേർ പുറത്തേക്ക് പോയി. അത് BJPക്ക് എതിരായ വോട്ടുകൾ ഒഴിവാക്കുന്നതാണ് എന്ന് പറഞ്ഞ് ബഹളമാണ്. ആരും അതിൻ്റെ മെറിറ്റ് പരിശോധിക്കുന്നേയില്ല. വാസ്തവത്തിൽ നമ്മുടെ രാജ്യത്തെ അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കാരം. എല്ലായിടത്തും ചെയ്യേണ്ടതാണ്. അതിനുള്ള അവകാശം അവർക്കുണ്ട്. പണ്ട് ചെയ്തിട്ടുണ്ട്. 2003 ബീഹാറിൽ ഇതിനു മുമ്പ് ചെയ്തത്. അതുകൊണ്ടാണ് 2003 വരെ ചേർക്കപ്പെട്ടവർക്ക് ഇപ്പോൾ പുതിയ തെളിവുകളൊന്നും കൊണ്ടുപോകേണ്ട ലിസ്റ്റിൽ ഉണ്ടാവാമെന്നാണ് അവിടുത്തെ നിയമം. ഇതിൽ കൂടുതൽ എന്താ ചെയ്യേണ്ടത്? 2003 സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കാരം ഒടുവിൽ ബീഹാറിൽ നടത്തിയത്. 2003 മുൻപ് ആരെങ്കിലും വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ തെളിയിക്കാൻ പോവേണ്ട, അവർ വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാവും. 2003 ശേഷം ഈ കഴിഞ്ഞ 22 വർഷത്തിനിടയിൽ ആരെങ്കിലുമൊക്കെ ചേർന്നിട്ടുണ്ടെങ്കിൽ അവർ കൃത്യമായ രേഖ കൊടുക്കണം. ഏത് രേഖ? 11 രേഖകൾ പറയുന്നുണ്ട്. ഈ 11 രേഖകളാണ് ഒരാൾ ഈ നാട്ടുകാരനാണോ എന്ന് തെളിയിക്കുന്നത്. അതിൽ ഉൾപ്പെടാത്ത ആധാർ, പാന്, തൊഴിലുറപ്പ് പദ്ധതിയുടെ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഉൾപ്പെടുത്തണമെന്നാണ് ഇവരുടെ വാദം. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നതാണ് ശരിയെന്ന് സുപ്രീം കോടതി പറയുന്നു. സുപ്രീം കോടതി ചോദിച്ചു, എങ്ങനെയാണ് ആധാർ പൗരത്വത്തിന്റെ അടയാളമാവുന്നത്? ആധാർ എടുക്കാൻ അത്തരത്തിലുള്ള പരിശോധനയുണ്ടോ? ഇല്ല. ഒരാൾ പൗരനാകുന്നത് പാസ്പോർട്ട് എടുക്കുമ്പോഴാണ്. എല്ലാവർക്കും പാസ്പോർട്ട് എടുക്കാൻ കഴിയില്ല, ആവശ്യവുമില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഒരാൾ ഒരു നാട്ടിലെ റെസിഡന്റ് ആണ് എന്നതിന് വിശ്വസനീയമായ തെളിവുകൾ, ആ വിശ്വസനീയമായ തെളിവുകൾ എടുത്തുകൊണ്ട് അവർക്ക് വോട്ടവകാശം കൊടുക്കുക എന്നതാണ്. ഇപ്പൊ ആധാർ ഒരു തരത്തിലും വിശ്വസനീയമല്ല. ഒരാൾ മറ്റേതെങ്കിലും രേഖയോടൊപ്പം ആധാർ കൂടി കാണിച്ചാൽ നല്ലതാണ്. ആധാർ ബയോമെട്രിക് രേഖയാണ്. ആർക്ക് വേണമെങ്കിലും ആധാർ എടുക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തെങ്കിലും ഒരു ഡോക്യുമെന്റുമായി അക്ഷയ സെന്ററിൽ പോയി ആധാർ എടുക്കാം. എൻ്റെ നിരവധി സുഹൃത്തുക്കൾ ബ്രിട്ടനിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ജോലി എടുക്കുന്നവർ, അവരെ ആധാർ തുടങ്ങിയ സമയത്ത് അവരും ആധാർ എടുത്തു. അവരിവിടെയല്ല, ഇവരിൽ പലരും ബ്രിട്ടീഷ് പൗരത്വമുള്ളവരാ. എനിക്കറിയാവുന്ന അനേകം പേർ ബ്രിട്ടീഷ് പൗരത്വമുള്ളവരാ. അവർക്ക് ആധാറുണ്ട്. അന്നൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. ബ്രിട്ടീഷ് പൗരത്വമുള്ള ബ്രിട്ടനിലാണ്. പക്ഷെ അവർക്ക് നാട്ടിൽ പണ്ട് തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. അവർക്ക് നാട്ടിൽ പണ്ട് തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്. അവർക്ക് നാട്ടിൽ പലതുമുണ്ട്. അതുകൊണ്ട് അവർ അത് വെച്ച് ആധാർ എടുത്തു. അപ്പോൾ അവർക്ക് ആധാർ കിട്ടി. യഥാർത്ഥത്തിൽ അവർ ഇന്ത്യൻ പൗരത്വമുള്ളവരല്ല, അവരിവിടെ സ്ഥിരതാമസവുമല്ല, പക്ഷെ അവർക്ക് ആധാറുണ്ട്. ഇങ്ങനെ ആർക്കും ആധാർ എടുക്കാൻ കഴിയുന്ന ഈ കാലത്ത് ആധാർ കാണിച്ചിട്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇടം പിടിക്കണമെന്ന് പറഞ്ഞാൽ നിയമവിരുദ്ധമാണ്. ഈ പറയുന്ന ആധാർ ഒരു മാനദണ്ഡമാണെങ്കിൽ ബ്രിട്ടീഷ് പൗരത്വവും അമേരിക്കൻ പൗരത്വവും ഓസ്ട്രേലിയൻ പൗരത്വവും ഐറിഷ് പൗരത്വവും ഒക്കെയുള്ള ലക്ഷക്കണക്കിന് മലയാളികൾക്ക് ഇവിടെ വോട്ട് ചെയ്യാം. അവരുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർക്കാം. അതുകൊണ്ടാണ് ഇന്ത്യൻ പൗരനാണ്, ഇന്ത്യൻ പൗരത്വമുണ്ട് എന്നുള്ള ഏതെങ്കിലും ഒരു രേഖ. 11 രേഖകൾ പറയുന്നുണ്ട്. ലാൻഡ് അലോട്ട്മെന്റ് അടക്കം, സർക്കാരിന്റെ രേഖകൾ, പെൻഷന്റെയും സാലറിയുടെയും ഒക്കെ അടക്കമുള്ള രേഖകൾ, ഏതെങ്കിലും സർക്കാരിന്റെ ആനുകൂല്യം കൈപ്പറ്റുന്ന രേഖയാണെങ്കിലും മതി. ഇങ്ങനെ വളരെ ലഘൂകരിച്ചുകൊണ്ട് ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമം നടത്തുമ്പോഴാണ് വലിയ വക്കീലന്മാർ, അഭിഷേക് മനു സിൻഹി വലിയ വക്കീലാണ്, ഗോപാൽ ശങ്കരനാരായണൻ, കപിൽ സിബൽ, ഇവരൊക്കെയാണ് ഇതിനെതിരെ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ജനാധിപത്യത്തെ പരിഷ്കരിക്കാനുള്ള നീക്കം അട്ടിമറിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. എന്തായാലും സുപ്രീം കോടതിക്ക് കാര്യം പിടികിട്ടി. സുപ്രീം കോടതി പറഞ്ഞു 11 എണ്ണവും വേണമെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. 11-ൽ 1 ചോദിക്കുന്നുള്ളൂ. ഏതെങ്കിലും ഒരു സ്കൂളിൽ പഠിച്ചവർ, ഏതെങ്കിലും ഒരു കോളേജിൽ പഠിച്ചവർ, അവർക്ക് ആ സർട്ടിഫിക്കറ്റ് മതി. ഇതില്ലെങ്കിൽ ഒരു റെസിഡൻസ് സർട്ടിഫിക്കറ്റ് അവിടുത്തെ ഏതെങ്കിലും കോമ്പീറ്റന്റ് അതോറിറ്റി കൊടുത്താൽ മതി. ഇനിയാൾ ഇത്ര കാലം ഇവിടെ താമസിക്കുന്നു, അത് മതി. അത്തരം ഒരു ആവശ്യം വെച്ചിട്ടും പരിഷ്കാരത്തിന്
വിസമ്മതിക്കുക, ഇത് ഭയങ്കര അട്ടിമറിയാണെന്ന് പറയുന്നത് ബൂത്ത് പിടിക്കാൻ ആഗ്രഹമുള്ളവരാണ്, കള്ളവോട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണ്. അതിനെ ഒരു തരത്തിലും പിന്തുണയ്ക്കാൻ കഴിയുന്ന സാഹചര്യമില്ല. വാസ്തവത്തിൽ സുപ്രീം കോടതിയുടെ ഈ ഇടപെടൽ, ഇപ്പോൾ സുപ്രീം കോടതി കഴിഞ്ഞ 2 ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പറയുന്ന പോലും നടക്കില്ല, നല്ല കാര്യമാണെന്നാണ് പറഞ്ഞു. ഇതിൽ അന്തിമ വിധി വന്നു കഴിയുമ്പോൾ ബീഹാറിലെ ഇടപെടൽ സ്ഥിരീകരിച്ചാൽ ഇത് രാജ്യവ്യാപകമായി നടപ്പിലാക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്നാണ് രാജ്യവ്യാപകമായി തന്നെ ഈ പരിഷ്കാരം അവർ നടപ്പിലാക്കാൻ പോവുകയാണ്. കേരളത്തിൽ 2002 ഏറ്റവും ഒടുവിൽ ഒരു പരിഷ്കാരം നടന്നത്. അതിനുശേഷം 23 വർഷമായി കേരളത്തിൽ പരിഷ്കാരം നടത്തിയിട്ടില്ല. ഈ 23 വർഷമായി കേരളത്തിൽ നടക്കാത്ത പരിഷ്കാരം ഇവിടെയും നടപ്പിലാക്കാൻ തീരുമാനിച്ചാൽ, അത് സുപ്രീം കോടതി വിധി അനുകൂലമായാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ സംസ്ഥാനത്തും ഈ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കാരം നടപ്പിലാക്കും. അങ്ങനെ കേരളത്തിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചാൽ ലക്ഷക്കണക്കിന് ആളുകൾ വോട്ടേഴ്സ് ലിസ്റ്റിന് പുറത്തേക്ക് പോകും. കാരണം ബംഗാളിൽ നിന്നും ജാർഖണ്ഡിൽ നിന്നും ഛത്തീസ്ഗഡിൽ നിന്നും ബീഹാറിൽ നിന്നുമൊക്കെ ഇങ്ങോട്ട് വന്ന് പണിയെടുക്കുന്ന നിരവധി പേരെ ഇവിടെ സഖാക്കൾ ചേർത്തിട്ടുണ്ട്. ഇവർക്കൊക്കെ ആധാർ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഏറ്റവും എളുപ്പപ്പണി ആധാറാണ്. CPM ഒരു ലോബി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്, ആധാർ നിർമ്മാണ ലോബി. ഈ പറയുന്ന അതിഥി തൊഴിലാളികൾ മുഴുവൻ CPMന്റെ നിയന്ത്രണത്തിലാണ്. അവരോട് ചേർന്നാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും അവരുടെ ഒരു ഇടപെടലുണ്ട്. ആ അതിഥി തൊഴിലാളികളൊക്കെ തന്നെ CPMുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. അവരങ്ങനെയാണ് അവരെ മാനേജ് ചെയ്യുന്നത്. കാരണം CPM ആണ് അവരെ സഹായിക്കുന്നത്. ഇവരിൽ പലർക്കും വോട്ടവകാശമുണ്ട്. ഈ വോട്ടവകാശം കിട്ടിയിരിക്കുന്നത് ഇവർക്ക് ആധാർ കാർഡ് എടുത്തു കൊടുത്ത് CPMകാർ വളഞ്ഞ വഴിയിലൂടെ ഇവരെ ചേർത്തിരിക്കുക. ലക്ഷക്കണക്കിന് വോട്ട് ഈ അതിഥി തൊഴിലാളികൾക്കുണ്ട്. ഈ അതിഥി തൊഴിലാളികൾ അവിടെയും ഇവിടെയും വോട്ടുള്ളവരാണ് പലരും. നമ്മളാരും അറിയുന്നില്ല എന്ന് മാത്രം. ഇവിടെ കേരളത്തിൽ ഒരു അതിഥി തൊഴിലാളിക്ക് വോട്ടുണ്ടെങ്കിൽ അവൻ്റെ മാതൃ സംസ്ഥാനത്തുണ്ടോ നമുക്കറിയില്ല. എന്നാൽ ഈ പരിഷ്കാരം വരുമ്പോൾ ഇങ്ങനെയുള്ളവർ പുറത്താവും. അല്ലെങ്കിൽ ഇവിടെ അവർ സ്ഥിരതാമസമാണെന്നുള്ളതിൻ്റെ തെളിവ് വേണം, അവിടെ പുറത്താക്കണം. ഇപ്പോൾ ബീഹാറിൽ നിന്ന് പലരെയും പുറത്താക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, ഇങ്ങോട്ട് തൊഴിൽ തേടി വന്നവർ. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിന് ബാധ്യതയാണ്. പക്ഷെ പലപ്പോഴും സ്വന്തം നാട്ടിലെ വോട്ട് നഷ്ടപ്പെടുത്താൻ ഇവരാരും ആഗ്രഹിക്കാറില്ല. എല്ലാവരുടെയും ഒരു ആഗ്രഹം അങ്ങനെയാണ്. സ്വന്തം നാട്ടിൽ അവർക്കറിയാവുന്ന സ്ഥാനാർത്ഥികൾ അവർക്കറിയാവുന്ന സാഹചര്യത്തിൽ നിലനിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഏറ്റവും വലിയ തിരിച്ചടി CPMനായിരിക്കും. കാരണം CPMകാരെ അവർക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന വോട്ടിനെ പകരമായി കണ്ടെത്തിയിരിക്കുന്ന ബംഗാളി ബീഹാറി വോട്ടുകളാണ്. ഈ വോട്ടുകൾ അവർ കൃത്യമായി ലോബി ചെയ്ത് ശേഖരിച്ചുറപ്പിച്ചിരിക്കുന്നതാണ്. ലക്ഷക്കണക്കിന് വോട്ടുകളുണ്ട്. ഈ വോട്ടുകൾ CPMന് നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതെ, സുപ്രീം കോടതി ബീഹാർ വിഷയത്തിൽ ശക്തമായ നിലപാടെടുത്ത് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് അനുമതി കൊടുത്താൽ കേരളത്തിൽ അത് വൈകാതെ സംഭവിക്കുകയും അപ്പോൾ നിരവധി CPM വോട്ടർമാർ പുറത്താവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടാകും. അതാണ് CPMന് ഉറക്കം കെടുത്തുന്നത്.